ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. 10th പ്രിലിംസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട് ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മീശ എന്ന നോവൽ രചിച്ചത് ആര്? മീശ എന്ന നോവൽ രചിച്ചത് ആര്? ഓപ്ഷൻ എ സന്തോഷ് എച്ചിക്കാനം, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രൻ, ഓപ്ഷൻ സി എസ് ഹരീഷ്, ഓപ്ഷൻ ഡി എസ് സുധീഷ്. ഉത്തരം ഓപ്ഷൻ സി എസ് ഹരീഷ്. മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ എവിടെയാണ്? കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ എവിടെയാണ്? ഓപ്ഷൻ എ നിലമ്പൂർ, ഓപ്ഷൻ ബി മറയൂർ, ഓപ്ഷൻ സി മൂന്നാർ, ഓപ്ഷൻ ഡി തേക്കടി. ഉത്തരം ഓപ്ഷൻ ബി മറയൂർ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂരിലാണ്. അടുത്ത ചോദ്യം, കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ എല്ലാ വീടുകളിലും വയർലെസ് സേവനം, ഓപ്ഷൻ ബി എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ സേവനം, ഓപ്ഷൻ സി എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം, ഓപ്ഷൻ ഡി എല്ലാ വീടുകളിലും ലാൻഡ് ഫോൺ സേവനം. ഉത്തരം ഓപ്ഷൻ സി എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. കെ ഫോൺ പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ എ കബനി, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി ഭാരതപ്പുഴ. ഉത്തരം ഓപ്ഷൻ സി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഓപ്ഷൻ എ ദക്ഷിണായന രേഖ 23.5 സൗത്ത്, ഓപ്ഷൻ ബി ആർട്ടിക് വൃത്തം 66.5 നോർത്ത്, ഓപ്ഷൻ സി ഉത്തരായന രേഖ 23.5 നോർത്ത്, ഓപ്ഷൻ ഡി അന്റാർട്ടിക് വൃത്തം 66.5 സൗത്ത്. ഉത്തരം ഓപ്ഷൻ സി ഉത്തരായന രേഖ 23.5 നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ 23.5 നോർത്ത്. അടുത്ത ചോദ്യം, ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷമേത്? ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷമേത്? ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1951, ഓപ്ഷൻ സി 1957, ഓപ്ഷൻ ഡി 1960. ഉത്തരം ഓപ്ഷൻ ബി 1951. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം 1951. അടുത്ത ചോദ്യം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏത്? ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി, ഓപ്ഷൻ ബി ഇന്ത്യൻ മരുഭൂമി, ഓപ്ഷൻ സി തീര സമതലങ്ങൾ, ഓപ്ഷൻ ഡി ഉത്തര മഹാസമതലം. ഉത്തരം ഓപ്ഷൻ ഡി ഉത്തര മഹാസമതലം. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്?
ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി മലപ്പുറം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി എറണാകുളം. ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് ഡാഷ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം. ഓപ്ഷൻ എ സവർണജാഥ, ഓപ്ഷൻ ബി പന്തിഭോജനം, ഓപ്ഷൻ സി സത്യാഗ്രഹം, ഓപ്ഷൻ ഡി വിമോചന സമരം. ഉത്തരം ഓപ്ഷൻ എ സവർണജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം സവർണജാഥ. അടുത്ത ചോദ്യം, കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ എ ആരോഗ്യ പരിപാൽ, ഓപ്ഷൻ ബി ആരോഗ്യ മിത്ര, ഓപ്ഷൻ സി ആരോഗ്യ മന്ത്ര്, ഓപ്ഷൻ ഡി ആരോഗ്യ സേതു. ഉത്തരം ഓപ്ഷൻ ഡി ആരോഗ്യ സേതു. കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. അടുത്ത ചോദ്യം, പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് എന്താണ്? പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ, ഓപ്ഷൻ സി മാൻഡമസ്, ഓപ്ഷൻ ഡി സെഷ്യോററി. ഉത്തരം ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി തൃശൂർ. ഉത്തരം ഓപ്ഷൻ ഡി തൃശൂർ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ. അടുത്ത ചോദ്യം, വനനശീകരണത്തിന് കാരണമാകാത്തത് ഇതിലേതാണ്? വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? ഓപ്ഷൻ എ സസ്യപരിപാലനം, ഓപ്ഷൻ ബി ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ആവശ്യകത, ഓപ്ഷൻ സി വ്യാവസായിക വളർച്ച, ഓപ്ഷൻ ഡി റോഡുകളുടെ നിർമ്മാണം. ഉത്തരം ഓപ്ഷൻ എ സസ്യപരിപാലനം. വനനശീകരണത്തിന് കാരണമാകാത്തത് സസ്യപരിപാലനം. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഓപ്ഷൻ ബി മുഹമ്മദ് അബ്ദു റഹിമാൻ, ഓപ്ഷൻ സി അലി മുസലിയാർ, ഓപ്ഷൻ ഡി വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ഉത്തരം ഓപ്ഷൻ ഡി വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 9. ഉത്തരം ഓപ്ഷൻ സി 6. ഇന്ത്യൻ ഭരണഘടന 6 തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. അടുത്ത ചോദ്യം, അർജുന അവാർഡ് നേടിയ അങ്കി തറൈനയുടെ കായിക ഇനം ഏത്? അർജുന അവാർഡ് നേടിയ അങ്കി തറൈനയുടെ കായിക ഇനം ഏത്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഫുട്ബോൾ, ഓപ്ഷൻ സി ടെന്നീസ്, ഓപ്ഷൻ ഡി കബഡി. ഉത്തരം ഓപ്ഷൻ സി ടെന്നീസ്. അർജുന അവാർഡ് നേടിയ അങ്കി തറൈനയുടെ കായിക ഇനം ടെന്നീസ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏത്?
കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ കുറിഞ്ചിമല വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി ആറളം വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ഡി മംഗളവനം. ഉത്തരം ഓപ്ഷൻ ഡി മംഗളവനം. കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. അടുത്ത ചോദ്യം, കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? ഓപ്ഷൻ എ മുക്തി, ഓപ്ഷൻ ബി അർക്ക, ഓപ്ഷൻ സി പ്രിയങ്ക, ഓപ്ഷൻ ഡി പവിത്ര. ഉത്തരം ഓപ്ഷൻ സി പ്രിയങ്ക. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം പ്രിയങ്ക. അടുത്ത ചോദ്യം, കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? പ്രസ്താവന 1 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പ്രസ്താവന 2 ശിശു പോഷകാഹാരം, പ്രസ്താവന 3 വനിതാ ശാക്തീകരണം, പ്രസ്താവന 4 വായ്പാ വിതരണം. ഓപ്ഷൻ എ 1, 3, ഓപ്ഷൻ ബി 3, 4, ഓപ്ഷൻ സി 1, 2, ഓപ്ഷൻ ഡി 2, 3. ഉത്തരം ഓപ്ഷൻ എ 1, 3. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏത്? നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കോട്ടയം. ഉത്തരം ഓപ്ഷൻ സി പാലക്കാട്. നിർദ്ദിഷ്ട സിവിൽ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പാലക്കാട്. അടുത്ത ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ G മാധവൻ നായർ, ഓപ്ഷൻ ബി K രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി K ശിവൻ, ഓപ്ഷൻ ഡി S സോമനാഥ്. ഉത്തരം ഓപ്ഷൻ ഡി S സോമനാഥ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S സോമനാഥ്. അടുത്ത ചോദ്യം, സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് എന്തിനെയാണ്? സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ മതികെട്ടാൻ മല, ഓപ്ഷൻ ബി സരൺ വാലി ദേശീയോദ്യാനം, ഓപ്ഷൻ സി പെരിയാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ ഡി ദേവികുളം ദേശീയോദ്യാനം. ഉത്തരം ഓപ്ഷൻ ബി സരൺ വാലി ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സരൺ വാലി ദേശീയോദ്യാനം. അടുത്ത ചോദ്യം, മുംബൈയെയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏത്? മുംബൈയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏത്? ഓപ്ഷൻ എ ഉത്തര റെയിൽവേ, ഓപ്ഷൻ ബി കൊങ്കൺ റെയിൽവേ, ഓപ്ഷൻ സി മെട്രോ റെയിൽവേ, ഓപ്ഷൻ ഡി ദക്ഷിണ റെയിൽവേ. ഉത്തരം ഓപ്ഷൻ ബി കൊങ്കൺ റെയിൽവേ. മുംബൈയും ബാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല കൊങ്കൺ റെയിൽവേ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കയ്യൂർ ലഹള, ഓപ്ഷൻ ബി മലബാർ കലാപം,
ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം. ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. ഉത്തരം ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപം. 10th പ്രിലിംസിൻ്റെ രണ്ടാമത്തെ പാർട്ട് മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ലഭിച്ച സ്കോർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ഇതിൻ്റെ PDF നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്